ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ്. വീഡിയോസ് ഇടാനായിട്ട് എല്ലാവർക്കും തന്നെ അറിയണേയിരിക്കുള്ളൂ, എന്നാലും അറിയാത്തവരുണ്ടാവും. പിന്നെ ചിലവരെന്താ ഈ വീഡിയോസ് നമ്മൾ ഇടുന്ന സമയത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നോക്കാണ്ട് വെറുതെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ട് അടിയിൽ ഒരു പ്ലസ് ബട്ടൺ കണ്ടില്ലേ, അവിടെ വീഡിയോ എന്ന് പറഞ്ഞ് കിടക്കണതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോ ഏതാണോ അതെടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പേജ് വരും. അവിടെ മുകളിൽ പെൻസിൽ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് തമ്പനയിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തമ്പനയിലൊക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു തമ്പനയിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുത്താൽ മതി. അപ്പം നമുക്ക് തമ്പനയിലും കിട്ടും. ഇനി നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ടൈറ്റിലാണ്. ടൈറ്റിൽ നമുക്ക് നമ്മുടെ വീഡിയോ എന്താണോ അതിനനുസരിച്ചുള്ള ടൈറ്റിൽ കൊടുക്കാം. ഞാനിവിടെ ഒരു ഗിഫ്റ്റ് ഐഡിയ ആയതുകൊണ്ട് തന്നെ DIY ക്യൂട്ട് ഗിഫ്റ്റ് ഐഡിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മലയാളത്തിൽ കൊടുക്കണമെങ്കിൽ മലയാളത്തിലും കൊടുക്കാമല്ലോ. അപ്പം ഞാനിവിടെ ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും കൂടി കൊടുക്കുന്നുണ്ട്. ആ ടൈറ്റിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എന്തെന്നാണ് നിങ്ങൾക്ക് തോന്നണത്, നിങ്ങളെന്താണ് ഇപ്പം ചെയ്തേക്കണ വീഡിയോ അതനുസരിച്ചുള്ള എന്താ ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ടൈറ്റിലിൻ്റെ അവിടെ തന്നെ ഞാൻ #ടാഗും കൂടി കൊടുക്കുന്നുണ്ട്. #ടാഗ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തേക്കണ #ടാഗ് നോക്കി കൊടുക്കാൻ ശ്രമിക്കുക. ടൈറ്റിലിൻ്റെ അവിടെ ഒരു 3 #ടാഗൊക്കെ കൊടുത്താൽ മതി. ബാക്കി #ടാഗുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെയാണ് കൊടുക്കാറുള്ളത്. ബാക്കി #ടാഗൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ #ടാഗ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തതും പിന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത #ടാഗും കൂടെ കൊടുക്കുക. പിന്നെ കോമൺ ആയിട്ടുള്ള #ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ്, വൈറൽ, അതേപോലെ യൂട്യൂബ്, അങ്ങനത്തെ #ടാഗൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അതാകുമ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണതുമാണ്. പിന്നെ അതേപോലെ തന്നെ ഫോർ യു പേജ്, എക്സ്പ്ലോർ പേജ്, അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള #ടാഗ്, അങ്ങനത്തെ #ടാഗുകളൊക്കെ ഏത് വീഡിയോനും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ #ടാഗുകളൊക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള #ടാഗും കൊടുക്കുക. #ടാഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ആക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ 3 എണ്ണം ഉണ്ട്: പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. ഞാൻ എപ്പോഴും അൺലിസ്റ്റഡ് ആയിട്ടാണ് ഇടാറുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അൺലിസ്റ്റഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അൺലിസ്റ്റഡ് ആണ് എപ്പോഴും ഇടാറ്. അങ്ങനെ അൺലിസ്റ്റഡ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ഓഡിയൻസ് ആണ്. അത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ഇടേണ്ടത്. അതേപോലെ തന്നെ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ. അതും നോ ഡോണ്ട് റെസ്ട്രിക്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18, ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷനാണ്. അത് ഞാനവിടെ ഓണാക്കാറില്ല, അത് അങ്ങനെ ഓണാക്കണം എന്നില്ല. പിന്നെ ആഡ് ടു പ്ലേലിസ്റ്റ് ഉണ്ട്, അതും വേണമെങ്കിൽ ഓണാക്കിയാൽ മതി. അതായത് നമുക്ക് പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് ആണ്. അത് ഞാൻ എപ്പോഴും ഡോണ്ട് അലോ റീമിക്സിംഗ് ആണ് കൊടുക്കാറുള്ളത്. അതെന്താ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആരും എടുക്കൂല, ഓഡിയോ ആരും എടുക്കൂല, റീമിക്സ് ചെയ്യാൻ എടുക്കൂല. അതേസമയം അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് ആണ് കൊടുക്കണമെങ്കിൽ നമ്മുടെ വീഡിയോ ആയാലും ഓഡിയോ ആയാലും എല്ലാവരും എടുക്കും. അതേപോലെ തന്നെ ഓഡിയോ മാത്രമാണ് കൊടുക്കണമെങ്കിൽ ഓഡിയോ മാത്രം എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ റീമിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോണ്ട് അലോ ആണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ പെയ്ഡ് പ്രൊമോഷൻ ആണ്. അപ്പം നമ്മൾ പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാനിവിടെ നോ ആണ് കൊടുത്തേക്കണം. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഇൻവൈറ്റ് കൊളാബറേഷൻ ആണ്. അത് ഞാൻ ഇവിടെ ഒന്നും തന്നെ കൊടുക്കണില്ല. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഓൾട്ടേർഡ് കണ്ടൻ്റ് ആണ്. അത് ഞാനിവിടെ നോ ആണ് കൊടുക്കാറുള്ളത്. അവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാനിവിടെ നോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്ര ഉള്ളൂ ചെയ്യാനായിട്ട്. കമൻറ്റ് ബോക്സ് ഓണാക്കി ഇടുക, അതിനുശേഷം എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡായി കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് 2-3 ഓപ്ഷനും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അവിടെ അൺലിസ്റ്റഡ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കണത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ടാണ് പോകേണ്ടത്. നേരെ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. അതിനുശേഷം അവിടെ കണ്ടൻറ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ അടിയിലുള്ളത്, ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് മുകളിൽ നമ്മുടെ വീഡിയോ കിടപ്പുണ്ട്, നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അതെടുക്കുക. അതിൻ്റെ മുകളിൽ എഡിറ്റ് ഓപ്ഷൻ, നേരത്തെ കണ്ട പെൻസിൽ പോലത്തെ ഒരു ഓപ്ഷൻ ഇല്ലേ, അതെടുക്കുക. അങ്ങനെ അതെടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും അടിയിലത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഏറ്റവും അടിയിലായിട്ട് മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ടാഗ്സ്, ഷോർട്സ്, റീമിക്സിങ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പില്ലേ, ആ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. ആ ഓപ്ഷനിൽ ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ
ആൾക്കാർ എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ വീഡിയോ വരേണ്ടത്, അതാണ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ അവിടെ ഞാൻ കുറച്ച് ടാഗ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഒരു ഗിഫ്റ്റ് ഐഡിയ ആയതുകൊണ്ട് തന്നെ DIY ക്യൂട്ട് ഗിഫ്റ്റ് ഐഡിയാസ്. അങ്ങനെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത ടാഗ്സ് എന്തൊക്കെയാണോ അതൊക്കെ എന്താ ചെയ്യുക അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഞാൻ ഈ #ടാഗ് പറഞ്ഞു തന്നതുപോലെ തന്നെ ഇതിലും നമുക്ക് കോമൺ ആയിട്ട് ട്രെൻഡിങ് വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ്, വൈറൽ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാഗ്സും കൂടെ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് ടാഗ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത ഓപ്ഷൻസ് തന്നെയാണ്. പിന്നെ ഇനി വന്ന ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറിയാണ്. ആ കാറ്റഗറിയിൽ ഞാൻ എപ്പോഴും എൻ്റർടൈൻമെൻറ്റാണ് കൊടുക്കാറുള്ളത്. ഓൾറെഡി അതിൽ കിടന്നിരുന്നേച്ച ഓപ്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഓൾറെഡി അതിൽ കിടന്നിരുന്നേച്ചത്. ഞാൻ പക്ഷേ അത് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. ഞാൻ അതാ എപ്പോഴും കൊടുക്കാറുള്ളത്. നമ്മൾ ചെയ്യണ വീഡിയോസ് ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്, ആർട്ടും ക്രാഫ്റ്റ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള കമൻറ്റാണ്. കമൻറ്റ് ബോക്സ് എപ്പോഴും ഓണാക്കി ഇടാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനി വന്ന 2 ഓപ്ഷൻസിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്സ് ദിസ് വീഡിയോ, എത്ര പേര് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തെന്ന് കാണിക്കാൻ ഒരു ഓപ്ഷനാണ്. അങ്ങനെ കാണിക്കണ്ടെങ്കിൽ എന്താ ആ ടിക്കൊന്ന് ക്യാൻസൽ ചെയ്യുക. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെപ്പോഴും ആ ടിക്ക് എപ്പോഴും ക്യാൻസൽ ചെയ്തിടാൻ ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ നമ്മുടെ വീഡിയോസ് ചിലവരെടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ തന്നെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് കിട്ടില്ല. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതെപ്പോഴും ടിക്ക് ക്യാൻസൽ ചെയ്തിടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ബാക്ക് ആക്കിയതിന് ശേഷം ഓരോ ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ ഓൾറെഡി അൺലിസ്റ്റഡ് ആക്കിയാണ് വീഡിയോ ഇട്ടിരുന്നേച്ചത്. അത് മാറ്റിയിട്ട് നമ്മുടെ വീഡിയോ എപ്പോഴത്തേക്കാണ് ഇടേണ്ടതെന്നുള്ളത് ഷെഡ്യൂൾ ചെയ്തിടുക. നമുക്കിപ്പോൾ തന്നെ പബ്ലിക് ആക്കണമെങ്കിൽ പബ്ലിക് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ വീഡിയോ പബ്ലിക്കിലോട്ട് പോകും. അതേസമയം ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡേറ്റ് കൊടുത്തിട്ടില്ലേ, അതിൽ എന്നാണോ ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 27-ാം തീയതി ആയിരുന്നു. അപ്പോൾ 27-ാം തീയതി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ടൈം വേണ്ടത് ആ ഒരു ടൈം എടുക്കുക. ഞാനപ്പോൾ കൊടുക്കണ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10:57 ആ ഒരു ടൈമാണ് ഞാൻ കൊടുക്കണം. അപ്പോൾ 10 സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ 57 സെലക്ട് ചെയ്യുക. AM ആണോ PM ആണോ അതൊന്ന് ഓപ്ഷൻ നോക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു ടൈമും ഡേറ്റൊക്കെ വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ആക്കിയിട്ട് സേവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യും, അപ്ലോഡ് ആവും. ഇപ്പം ഞാനിവിടെ സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ അവിടെ വീഡിയോ കിടപ്പുണ്ടാവും. ആ വീഡിയോയിൽ ജസ്റ്റ് ഇതേപോലെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ഒരു ക്ലോക്ക് പോലെ കിടക്കണില്ലേ. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈം എപ്പോഴാണോ നമ്മൾ കൊടുത്തേക്കണം ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കോളും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക.